പ്രൈസ് ദി ലോർഡ്. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22-ാം തിരുവചനം. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിൽ വളരെ കർശനമായി കണ്ണടക്കം പാലിച്ചിരുന്നു. അതായത് വിശുദ്ധ എവിടെ പോയാലും ചുറ്റുവട്ടത്തെങ്ങും നോക്കാതെ തൻ്റെ കാൽച്ചുവട്ടിലേക്ക് മാത്രം ദൃഷ്ടി ഉറപ്പിച്ച് നടക്കുമായിരുന്നു. മാത്രമല്ല അപ്പോഴെല്ലാം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണുകയാണ്: പഴം ഭക്ഷിച്ച ഉടനെ തന്നെ ഇരുവരുടെയും കണ്ണുകൾ തുറക്കപ്പെട്ടു. എന്താണ് അവിടെ സംഭവിച്ചത്? അവരുടെ ആന്തരിക നേത്രങ്ങൾ അടയുകയും ബാഹ്യമായ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കുള്ള കണ്ണുകൾ തുറക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ആന്തരിക നേത്രങ്ങൾ അടയുമ്പോൾ സ്വർഗീയമായ കാഴ്ചകൾ നമുക്ക് നഷ്ടമാകുന്നു. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ്. നമ്മൾ ഏറെ കാര്യങ്ങൾ കാണുന്നു. കാരണം നമ്മുടെ ബാഹ്യമായ നേത്രങ്ങൾ തുറന്നിരിക്കുകയാണ് ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക്. അതുകൊണ്ട് ഏറെ കാര്യങ്ങൾ നമ്മൾ കാണുന്നു, ഏറെ കാര്യങ്ങൾ അറിയുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗീയമായ കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കുന്നില്ല. സ്വർഗീയ കാഴ്ചകൾക്ക് മങ്ങലേൽക്കുന്നു. സങ്കീർത്തനം 25-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ദാവീദ് പ്രകാരം പറയുകയാണ്: എൻ്റെ കണ്ണുകൾ സദാ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളും കർത്താവിങ്കിലേക്ക് തിരിച്ചു വെക്കാം. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് നമുക്ക് ദൃഷ്ടി മാറ്റാം. സങ്കീർത്തനം 34-ന്റെ 5 വചനപ്രകാരം പറയുകയാണ്: അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി. അപ്പോൾ യേശുവിലേക്ക് നോക്കുമ്പോൾ ആ വ്യക്തി യേശുവിൻ്റെ പ്രകാശം കൊണ്ട് നിറയുകയാണ്. സാവൂൾ ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി വളരെ തത്രപ്പാടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രകാശം അവൻ്റെ കണ്ണുകളിലേക്ക് അടിച്ചു. അപ്പോൾ തന്നെ അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അവൻ്റെ ബാഹ്യമായ കാഴ്ച നഷ്ടപ്പെടുകയാണ്. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കുള്ള കാഴ്ച നഷ്ടപ്പെടുകയാണ്. പിന്നീട് കാഴ്ച ലഭിക്കുമ്പോൾ അവൻ പുതിയ മനുഷ്യനായിട്ട് മാറുന്നു. പുതിയ കാഴ്ചപ്പാട് ലഭിക്കുന്നു. അവൻ്റെ ആത്മീയ അന്ധത മാറുന്നു. സ്വർഗീയ ദർശനങ്ങൾ കാണുകയാണ്. 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട് സ്വർഗീയ ദർശനങ്ങൾ കാണുന്ന സാവൂൾ പിന്നീട് വിശുദ്ധ പൗലോസായി മാറി. അവൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെട്ടു. സ്വർഗീയ ദർശനങ്ങൾ അവന് ലഭ്യമായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആന്തരിക നേത്രങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. നമ്മുടെ ലോകത്തിലേക്ക് തുറന്നിരിക്കുന്ന കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഹൃദയത്തിൻ്റെ കണ്ണുകൾ യേശുവിൽ ഉറപ്പിക്കാം. യേശുവിൻ്റെ പ്രകാശം നമ്മളിലേക്ക് അടിക്കട്ടെ. അങ്ങനെ നാം ലോകത്തിൻ്റെ പ്രകാശമായി മാറട്ടെ. ആമേൻ.